വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവവചനം കേൾക്കുവാനും അതിലൂടെ ദൈവത്തിൻ്റെ ഹിതം അഥവാ ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യുവാൻ, അങ്ങനെ നിത്യത സ്വന്തമാക്കുവാൻ ഈ വചന ശുശ്രൂഷയുടെ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനേറെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു ധ്യാന വിഷയം എന്ന് പറയുന്നത്, ദൈവം അടിക്കുന്ന വഴിയെ യാത്ര ചെയ്താൽ അനുഗ്രഹം നദി പോലെ നമ്മെ പിന്തുടരും എന്നുള്ളതാണ്. ദൈവം അടിക്കുന്ന വഴിയെ യാത്ര ചെയ്യുക. ഒരു പഴഞ്ചൊല്ലുണ്ട്, അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിയെ അടിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ സങ്കീർത്തന പുസ്തകം അതിൻ്റെ 32-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, മനോഹരമായൊരു വചനമാണിത്. നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഓരോ വചനങ്ങളും ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ബൈബിൾ പാരായണം എന്നതുപോലെ ഒരധ്യായം വായിച്ച് അങ്ങ് തീർത്തേക്കാം എന്ന നിലയിൽ വായിച്ചു വിട്ടിട്ട് ഒരു പ്രയോജനവും സത്യത്തിലില്ല. ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു തീർത്തു ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ് നമുക്ക് മേനി നടിക്കാനായിട്ട് പറ്റും നമുക്ക്. പക്ഷേ നമ്മൾ വചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നുണ്ടോ, അത് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പരിവർത്തനങ്ങൾ മാനസാന്തരങ്ങൾ ഉണ്ടാക്കി, ആ വചനം എന്നിൽ എത്രമാത്രം അത്ഭുതമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മുടെ വചന പഠനത്തിൻ്റെ എല്ലാ കാതലായ കാര്യം. അതുകൊണ്ട് ഒരു വചനം വായിച്ചു എന്നതിലോ വചനം പഠിച്ചു എന്നതിലോ അല്ല, ദൈവം എന്നോട് അതിനകത്തോടെ സംസാരിക്കുന്നുണ്ടോ. ഇന്ന് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ, ഈ കാലഘട്ടത്ത് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സ്വരം എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ആത്മീയ പ്രചോദനമുണ്ടാകുകയുള്ളൂ, പ്രയോജനമുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിപ്പോൾ കേട്ട തിരുവചന ഭാഗം സങ്കീർത്തനം 32:8, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. കണ്ടോ, നീ പോകേണ്ട വഴി, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും പലരും പോകേണ്ട വഴികൾ ദൈവത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാട് നമുക്കിന്ന് ആത്മീയ മണ്ഡലത്തിൽ അനേക വിശ്വാസികളെ നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഇന്ന് പ്രാർത്ഥന വർദ്ധിപ്പിച്ച വലിയൊരു വിശ്വാസ ഗണമുണ്ട് നമ്മുടെ ചുറ്റുപാടും. എവിടെ നോക്കിയാലും പ്രാർത്ഥന ആഹ്വാനം ചെയ്യുന്ന ആത്മീയ വ്യക്തികളും പ്രാർത്ഥിച്ചു കൂട്ടുന്ന വലിയൊരു സമൂഹവും നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥിക്കുന്നവരുടെ
ഈ വിശ്വാസികളുടെ ഗണത്തിൽ വലിയൊരു സമൂഹം അവരവർ പോകേണ്ട വഴികൾ ദൈവത്തിന് കാണിച്ചു കൊടുക്കുക. അവരവരുടെ പദ്ധതികൾ തയ്യാറാക്കി, തൻ്റെ ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, സാമ്പത്തിക കാര്യങ്ങളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ തങ്ങളുടെ ഭാവി എന്തായിരിക്കണം, ബിസിനസ് എന്തായിരിക്കണം, തൊഴിൽ മേഖല എന്തായിരിക്കണം, അതിൻ്റെ വരുമാനങ്ങൾ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തൊഴിലുമായി, ബിസിനസ്സുമായി, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഓരോ വ്യക്തികളും അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഭാവനയിൽ കണ്ടിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ആഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കലായിട്ട് മാറി ഇപ്പോൾ പ്രാർത്ഥന പലതും. അപ്പോൾ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇതങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമേ, ഈ വിധത്തിൽ എന്നെ നടത്തണമേ, നീ എനിക്ക് ശരിയാക്കി തരണമേ, നീ ഒരുക്കി തരണമേ, നീ അത് എനിക്ക് പ്രാവർത്തികമാക്കി തരണമേ, നീ അത് നൽകണമേ, വിദേശത്ത് അയക്കണമേ, ഉയർന്ന ശമ്പളം തരണമേ, ഇത്ര ലക്ഷത്തിൻ്റെ ഒരു വീട് എനിക്ക് വെച്ച് തരണമേ, ഇതുപോലത്തെ ഒരു കാറ് തരണമേ, ഇന്ന പരീക്ഷയിൽ എനിക്ക് അത്ഭുത വിജയം എനിക്ക് തരണമേ. അപ്പം നമ്മുടേതായ പ്ലാനുകൾ, പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മമ്മാരാണ്ടം സമർപ്പിക്കുന്ന പോലെ സമർപ്പിച്ച് ദൈവത്തെ കൊണ്ട് കാര്യം നടപ്പിലാക്കുന്ന ഒരു ജീവിതശൈലി ആത്മീയ മണ്ഡലത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അതാണ് പ്രാർത്ഥനയെന്നും അതാണ് പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടയാളമെന്നും ധരിച്ചു വച്ചിരിക്കുക. അവിടെ തിരുവചനം എന്താണ് പറയുന്നത്? നീ പോകേണ്ട വഴി, നീ നടക്കേണ്ട വഴി നീ ഡിസൈൻ ചെയ്തിട്ട് എന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ, നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം, നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം. കണ്ടോ? അപ്പോൾ നീ പോകേണ്ട നിന്റെ പ്ലാൻ എന്താണ്, നിന്റെ പദ്ധതികൾ എന്താണ്, ഓരോ വ്യക്തികളെക്കുറിച്ചും പ്രിയമുള്ളവരെ ദൈവത്തിന് ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഞാൻ പോകേണ്ടതുപോലെയല്ല നിങ്ങൾ പോകേണ്ടത്, വേറൊരാൾ പോകേണ്ടതുപോലെയല്ല മറ്റൊരാൾ പോകേണ്ടത്. ഓരോ വ്യക്തികളെക്കുറിച്ച് പർട്ടിക്കുലറായിട്ടുള്ള വ്യക്തമായ പദ്ധതികൾ ദൈവത്തിനുണ്ട്. ഉള്ളപ്പോൾ തന്നെ എല്ലാവരെക്കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള ദൈവിക ഉദ്ദേശവും ദൈവിക പദ്ധതിയും ഉണ്ട്. അത് സ്വർഗരാജ്യമാണ്, നിത്യജീവനാണ്, ജീവിത വിശുദ്ധിയാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ നടത്താം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ദൈവം കാണിച്ചു തരുന്ന നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്, വഴികളുണ്ട്. ദൈവം പോകാൻ പറയുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ അത് നമുക്ക് ശുഭമായിരിക്കുമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങോട്ട് ചോദിക്കുകയല്ല. നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കും. എന്നിട്ട് ദൈവത്തോട് പറയും, അത് നടപ്പിലാക്കി തരണമേ, അതുപോലെ ചെയ്തു തരണമേ, അത് അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. എന്നെക്കുറിച്ചുള്ള ദൈവമേ നിന്റെ പദ്ധതി എന്താണ് എന്ന് ദൈവത്തോട് അങ്ങോട്ട് ചോദിക്കുകയല്ല. പിന്നെയോ നമ്മുടെ പദ്ധതി നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. ഇത് റെഡിയാക്കി തരണം, ഇത് ശരിയാക്കി തരണം. കാരണം അങ്ങനെ ആണ് വിശ്വാസികൾ ഇപ്പോൾ ചെയ്ത് വർദ്ധിച്ചു വരുന്നത്. അങ്ങനെ വരുന്നതിൻ്റെ കാരണം ഇപ്പോഴത്തെ പല പ്രഘോഷകരും ആ വിധത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിധത്തിലുള്ള പ്രസംഗങ്ങൾ കേട്ട് സാധാരണ വിശ്വാസികളും ആ രീതിയിൽ അവിടെ ആത്മീയത മാറിപ്പോയി. ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്നുള്ള പ്രസംഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ബൈബിളിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്ന് ബൈബിളിൽ യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് പല മാനങ്ങളുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരാൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ
ദൈവഹിതം മാത്രം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുകയില്ല, അവൻ ഇഷ്ടമുള്ളത് മുഴുവൻ ദൈവ ഇഷ്ടത്തിന് ചേർന്നതായിരിക്കും അവൻ ചോദിക്കുന്നത്. അപ്പോൾ ആണ് അവനെല്ലാം ലഭിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ദൈവം നടത്തുന്ന വഴിയെ, ദൈവം അടിക്കുന്ന ആ വഴിയെ നമ്മൾ പോയാൽ, ആ വഴി നമ്മൾ തിരഞ്ഞെടുത്താൽ, ദൈവമേ അങ്ങനെ എന്നെ നടത്തണമേ എന്ന് നമ്മൾ അനുദിനം നമ്മുടെ പ്രാർത്ഥനാ ശൈലി അങ്ങനെ ആക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പ്രാർത്ഥന വളരെ സരളമായ, ഒരു ദൈവശാസ്ത്രപരവും അല്ലാത്ത വിധത്തിലുള്ള സരളമായ, സിമ്പിളായ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയും, ദൈവമേ നീ എന്നെ നടത്തണമേ. ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേറ്റ്, ദൈവമേ ഇന്നത്തെ ദിവസം നീ എന്നെ നടത്തണമേ, നീ എന്നെ നടത്തണമേ, നീ എന്നെ നയിക്കണമേ, നീ എന്നെ ഉപദേശിക്കണമേ. ഇന്ന് എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണ്? ദൈവിക നിയോഗം എന്താണ്? നിന്റെ നിയോഗം എന്നിൽ സംഭവിക്കട്ടെ. മനസ്സിലായ? എൻ്റെ നിയോഗം ഇന്ന് എന്നിൽ സംഭവിക്കാനല്ല ഇന്ന് നമ്മൾ ഉപവാസം എടുക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായി? ഇന്ന് അങ്ങനെയാണല്ലോ, നമ്മുടേതായ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്ന വചനപ്രഘോഷകരും വർദ്ധിപ്പിച്ചു വരികയാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോഴാണ് ഉൽപ്പത്തിയുടെ പുസ്തകം, ഒരു യാക്കോബ് ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. യാക്കോബ് സ്വന്തം വീട്ടിൽ നിന്ന്, അല്ലേ, സ്വന്തം ചേട്ടനെ ഭയന്ന്, ചേട്ടനിൽ നിന്ന് ആദ്യം അനുഗ്രഹം തട്ടി വാങ്ങിച്ച്, പിന്നെ അപ്പനിൽ നിന്ന് ആൾമാറാട്ടം നടത്തി, ചേട്ടനെന്നും പറഞ്ഞ് അനിയൻ യാക്കോബ് അപ്പനിൽ നിന്ന് ആൾമാറാട്ടം നടത്തി അനുഗ്രഹം വാങ്ങി. പിന്നെ വീട്ടിൽ നിക്കക്കള്ളിയില്ലാതെ ചേട്ടനെ ഭയന്ന് അവൻ ഒളിച്ചോടുകയാണ് അമ്മാവൻ്റെ വീട്ടിലോട്ട്, ലാബാൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് രാത്രിയിൽ മരുഭൂമിയിൽ കിടന്നുറങ്ങി, ഒരു കല്ല് തലയിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങി. അവിടെ വെച്ച് അവനൊരു സ്വപ്നം കണ്ടു. ആ ദിവ്യമായ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ വെച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഉടമ്പടി എടുക്കുകയാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 28-ാം അധ്യായം, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം 28-20. അവിടെ വെച്ച് യാക്കോബ് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് പറയുകയാണ്, ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും, ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ച് എത്തുകയും ചെയ്താൽ നീയായിരിക്കും എൻ്റെ ദൈവം, നീയായിരിക്കും എൻ്റെ ദൈവം. ഒരു അപകടവുമില്ലാത്ത വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയായി, ഒരു പ്രതിജ്ഞയായിട്ട് നമുക്കിത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത്, അവൻ്റെ പ്രതിജ്ഞയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടകരമായ ചില കാര്യങ്ങൾ എന്താണത്? ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിലെല്ലാം നീ എൻ്റെ കൂടെ വന്ന് എനിക്ക് സംരക്ഷണം നൽകുകയും. കണ്ടോ, അങ്ങ് ദൈവമായ കർത്താവ്, അങ്ങ് എന്നെ ചെയ്യണം, എൻ്റെ കൂടെ വരണം. എൻ്റെ യാത്രയിലെല്ലാം, ഞാൻ പോകുന്നിടത്തെല്ലാം നീ എൻ്റെ കൂടെ വരണം. കണ്ടോ, അപ്പോൾ ഞാൻ തീരുമാനിക്കുന്ന വഴിയെ നീ എൻ്റെ കൂടെ വരണം. ഞാൻ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നീ എൻ്റെ കൂടെ വന്നോണം. കണ്ടോ, ദൈവത്തിൻ്റെ വലിയ ഉത്തരവാദിത്തം കണ്ടോ. ഇവൻ ഏതെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യുന്നുവോ അവിടെയെല്ലാം ദൈവം വന്നോണം. ഇവൻ ഏതെല്ലാം അപകടത്തിൽപ്പെടുന്നു അവിടെയെല്ലാം വന്ന് എന്നെ സംരക്ഷിച്ചോണം. സ്വന്തം നിലയിൽ ഒരാൾ തീരുമാനമെടുത്ത് സ്വന്തം വഴിയിലൂടെ പോയാൽ തീർച്ചയായും അപകടങ്ങൾ, അനർത്ഥങ്ങൾ, പാളിച്ചകൾ, തകർച്ചകൾ എല്ലാം ഉണ്ടാകും. എന്നിട്ട് എന്നെ ചെയ്യണം? അവിടെ നിന്നെല്ലാം എന്നെ നീ രക്ഷിച്ചോണം, കാത്തു സംരക്ഷിച്ചോണമെന്ന്. ഇതൊക്കെ സുന്ദരമായ പ്രാർത്ഥനയായിട്ട് കണ്ട് ഇന്ന് വചനപ്രഘോഷകരായ പലരും ഇത് വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്, ഇതുപോലത്തെ പ്രാർത്ഥിച്ചോണമെന്ന്. അപ്പോൾ യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ വരണം, എൻ്റെ യാത്രയിൽ ഉടനീളം അങ്ങ് എന്നെ സംരക്ഷിച്ചോണം.
സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്ത് കെണിയിലകപ്പെട്ടാൽ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവത്തിനില്ല. വീഴുന്നവരെ ദൂതന്മാര് കാത്തുകൊള്ളും, പക്ഷെ ചാടുന്നവരെ ദൈവം കാക്കുകയില്ല. മനസ്സിലായോ? സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് തന്നെ പറഞ്ഞത്, നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് നീ ചാടുക, നിന്നെ ദൂതന്മാര് കാത്തോളൂന്ന്. യേശു അതനുസരിച്ചോ? പഴയ നിയമത്തിൽ എഴുതപ്പെട്ട വചനം അല്പം ട്വിസ്റ്റ് ചെയ്ത് മാറ്റിയാണ് സാത്താൻ പറഞ്ഞത്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ടത് വീഴുന്നവരെ ദൂതന്മാര് കാക്കൂ എന്ന് പറയുന്നത്. നീ അബദ്ധത്തിൽ ഒരബദ്ധം പറ്റി വഴിതെറ്റി അറിയാതെ നിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ നീ വഴിതെറ്റിപ്പോയാൽ, നീ വീണുപോയാൽ നിന്നെ കാക്കും ദൈവം. എന്നാൽ മനഃപൂർവമായി നീ എടുത്ത് ചാടിയാൽ ആ ചാട്ടത്തിന് നിന്നെ താങ്ങേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ തീരുമാനങ്ങളെടുത്ത് നമുക്ക് ശരിയെന്ന് തോന്നി നമ്മളെപ്പോഴും ശരിയെന്ന് തോന്നുന്നത് എങ്ങനെയാ? ലോകം ഇപ്പോഴത്തെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചുറ്റുപാടുമുള്ളവർ എന്തു പറയുന്നു, സമൂഹം എന്തു പറയുന്നു, സമൂഹം എങ്ങനെ പോകുന്നു, അതാണല്ലോ സമൂഹം എങ്ങനെ പോകുന്നു. ഈ സമൂഹത്തിന്റെ പോക്കനുസരിച്ചാണ് ഇപ്പോൾ എല്ലാ വിശ്വാസികൾ പോലും തീരുമാനം എടുക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നു, നമ്മളും ചെയ്യണ്ടേ? എല്ലാവരും അങ്ങനെയാണ്, നമ്മളും അങ്ങനെ ചെയ്യണ്ടേ? എല്ലാവരും ഇത് വാങ്ങിച്ചു കൂട്ടുന്നു, നമ്മളും വാങ്ങിച്ചു കൂട്ടണ്ടേ? എല്ലാവരും കെട്ടിപ്പടുക്കുന്നു, എല്ലാവരും വിദേശത്ത് പോകുന്നു, അതുകൊണ്ട് ഞാനും പോയില്ലേ, മോശമല്ലേ? അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഇന്ന് നമ്മളും ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും. എന്നിട്ടത് കർത്താവിൻ്റെ തലയിൽ ഏൽപ്പിക്കുക, അതെല്ലാം സംരക്ഷിച്ചോണം കേട്ടോ. സംരക്ഷണ പ്രാർത്ഥനയും നമ്മൾ നടത്തും. യാക്കോബ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കുകയാണ്, കർത്താവ് ഞാൻ പോകുന്നിടത്തെല്ലാം നീ എൻ്റെ കൂടെ വരണം, അവിടെയെല്ലാം എനിക്ക് നീ സംരക്ഷണം നൽകണം, എൻ്റെ തിന്നാനും ഉടുക്കാനെല്ലാം നീ എനിക്ക് തന്നോണം. അപ്പോൾ ഞാൻ പോകുന്ന എല്ലാ ബിസിനസ്സിലും എൻ്റെ തൊഴിലിലും എൻ്റെ കൃഷിയിടങ്ങളിലെല്ലാം നീ എനിക്ക് അഭിവൃദ്ധി നൽകണം, ഉയർച്ച നൽകണം, തിന്നാനുള്ളത് തരണം, ഉടുക്കാനുള്ളത് തരണം, എൻ്റെ തൊഴിൽ മേഖലയിൽ ഉയർച്ചയും അഭിവൃദ്ധിയും തന്നോണമെന്ന്. ഇതുപോലെ ചെയ്യുന്ന പലരും ദൈവം പറഞ്ഞിട്ടാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, ഈ തൊഴിൽ ചെയ്യുന്നത്, ഈ രാജ്യത്തോട്ട് പോകുന്നത്? ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ പോകണം, പോയേ പറ്റൂ. പക്ഷേ ദൈവം പറയാത്ത ഒരു ബിസിനസ്, ദൈവം പറയാത്ത ഒരു തൊഴിൽ, ദൈവം പറയാത്ത സ്ഥലത്ത് പോയി നമ്മൾ ചെയ്തിട്ട് അത് കർത്താവിൻ്റെ തലയിൽ വെക്കരുത്. അത് സംരക്ഷിക്കാൻ ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. അവൻ സ്വയം തീരുമാനങ്ങൾ എടുത്ത് യാക്കോബ് പറയാണ്, ദൈവമേ നീ എനിക്ക് തിന്നാനും ഉടുക്കാനെല്ലാം തരണം. എന്നിട്ട് എന്നാ ചെയ്യണം? സ്വസ്ഥമായിട്ട് ഇത് പണവും സമ്പത്തെല്ലാം ആയിക്കഴിയുമ്പോൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ എനിക്ക് കുടുംബ വീട്ടിലോട്ട് വരണം. മനസ്സിലായോ? ഇങ്ങനെയെല്ലാം ആയിക്കഴിയുമ്പോൾ എൻ്റെ സമ്പത്തിൻ്റെ 10-1 നിനക്ക് ഞാൻ തരാം. അതിനു മുമ്പ് ഇടയ്ക്കൊരു വാക്യം പറയുന്നത്, അപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ എൻ്റെ കുടുംബ വീട്ടിലോട്ട്, എൻ്റെ അപ്പൻ്റെ നാട്ടിലോട്ട് ഞാൻ വരുമ്പോൾ എന്നെ കൊണ്ടുവന്നാൽ നീ ആയിരിക്കും എൻ്റെ കർത്താവ്. ഹല്ലേലൂയ, കേട്ടോ. കൊണ്ടുവന്നാൽ നീ ആയിരിക്കും എൻ്റെ കർത്താവ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി തന്നാൽ നീ എൻ്റെ കർത്താവാണ്. അല്ലെങ്കിൽ നീ ദൈവം, ഒരു അദൃശ്യനായി നിൽക്കുന്ന ഒരു ദൈവം, അത്രേ ഉള്ളൂ. ആ ദൈവവുമായിട്ട് എനിക്കും നിനക്കും ബന്ധമൊന്നുമില്ല. നീ ഒരു ദൈവം, ഞാനൊരാള്. നീ എൻ്റെ ദൈവമായിട്ട് മാറണമെങ്കിൽ, നിന്നെ എന്നെ കർത്താവായിട്ട് ഞാൻ മാറ്റണമെങ്കിൽ, ഞാൻ പോകുന്ന വഴിയെല്ലാം നീ എൻ്റെ കൂടെ വരണം, നീ എനിക്ക് സംരക്ഷണം നൽകണം, എൻ്റെ തൊഴിൽ മേഖലയിലെല്ലാം ഉയർച്ച അപൂർത്തി, എനിക്ക് തിന്നാനും ഉടുക്കാനും യാത്ര ചെയ്യാൻ വണ്ടി വീടും കാര്യങ്ങളും എനിക്കെല്ലാം നീ ചെയ്തു തരണം. എന്നിട്ട് ഇതെല്ലാമായിട്ട് സമാധാന സ്വസ്ഥതയോടെ ശത്രുതയില്ലാതെ എൻ്റെ കുടുംബ വീട്ടിലോട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തോട്ട് എന്നെ കൊണ്ടുവന്ന് അവിടെ ആക്കിക്കഴിഞ്ഞാൽ നീ എൻ്റെ ദൈവമായിട്ട് നിന്നെ ഞാൻ പ്രഖ്യാപിക്കും, ഞാൻ സ്വീകരിക്കും. ഇതല്ലേ ഇന്നത്തെ ക്രിസ്ത്യാനികളും ചെയ്യുന്നത്, ഇന്നത്തെ നല്ല കരിസ്മാറ്റിക്കുകാരും ചെയ്യുന്നതും. അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും. ഇതിനകത്തെ കെണികൾ നമ്മൾ മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അപ്പം നിന്നെ ഞാൻ എൻ്റെ ദൈവമായിട്ട് മാറ്റാം, നീ ഇന്ന് അനുഗ്രഹങ്ങളെല്ലാം തന്നാൽ. നീ എൻ്റെ കർത്താവായിരിക്കും. എന്ത്? ഈ വ്യവസ്ഥ പാലിച്ചാൽ, എന്നെ അനുഗ്രഹിച്ചാൽ നിന്നെ ഞാൻ കർത്താവാക്കി മാറ്റാം എന്നുള്ള വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള പ്രയർ രീതികളാണ് ഇന്ന് പലയിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് യാക്കോബ് വീണ്ടും ചേർത്ത് പറയുകയാണ്, ഇങ്ങനെയെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ അവയിൽ നിന്ന്
നിനക്ക് ഞാൻ ആ സമൃദ്ധിയിൽ നിന്ന് 10-1 നിനക്ക് ഞാൻ ദശാംശം തരാം. അപ്പോൾ അനുഗ്രഹിച്ച് സമ്പത്തെല്ലാം നൽകി കഴിയുമ്പോൾ ആ തന്നതിൽ നിന്ന് 10-1 നിനക്ക് ഞാൻ തരാം. ഇന്നും ഇതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ദൈവമേ, നീ എനിക്കൊരു 1000 രൂപ താ, നിനക്ക് ഞാൻ 100 രൂപ അങ്ങോട്ട് തന്നേക്കാം. എൻ്റെ ബിസിനസ് എല്ലാം വർദ്ധിപ്പിക്കുവാണെങ്കിൽ, എൻ്റെ ഈ തൊഴിൽ മേഖലയിൽ ഉയർച്ചയും അഭിവൃദ്ധിയും എനിക്ക് നൽകിയാൽ നിനക്ക് ഞാൻ കൃത്യമായിട്ട് മാസം തോറും ദശാംശം തരാം. ദൈവ വേലയ്ക്ക് വേണ്ടി തരാം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പുണ്യപ്രവർത്തികൾക്ക് വേണ്ടി ഞാൻ നൽകാം, സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട്, ചാരിറ്റിക്ക് വേണ്ടി ഞാൻ നൽകാം. എൻ്റെ ഈ എൻ്റെ തൊഴിൽ മേഖല, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ ജോലിയെ നീ ഒന്ന് അനുഗ്രഹിച്ചേ. അപ്പോൾ ഇവൻ ഏത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ദൈവത്തിന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമ്പത്ത് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഞാനത് ദശാംശം കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ദശാംശം ഇനി കൊടുക്കണമെങ്കിൽ എന്നാ ചെയ്യണം? ദൈവം എനിക്ക് തരണം. അപ്പോൾ ഇത് ആരെ ഉത്തരവാദിത്വമായി പറയും? ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാക്കി മാറ്റുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് ചില വ്യക്തികളെങ്കിലും, എന്നോട് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ എൻ്റെ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിര്, എൻ്റെ ബിസിനസ് ഒന്ന് നന്നാകാനിട്ട് ബ്രദറിന് പ്രാർത്ഥിര്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ബ്രദറിനും പ്രയോജനമുണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താ? തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച അഭിവൃദ്ധി ഉണ്ടായാൽ അതിൻ്റെ ദശാംശമോ അതിൻ്റെ ഭാഗമോ നമ്മുടെ ശുശ്രൂഷയ്ക്ക് അദ്ദേഹം തരുമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ പല ശുശ്രൂഷകരും ചെയ്യുന്നത് അറിഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അറിഞ്ഞു കിടന്ന് പിന്നെ ഇദ്ദേഹത്തിന് ഈ പ്രാർത്ഥനാക്കാരൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷകന്റെ ഊണിൽ ഉറക്കത്തിലെല്ലാം എന്താ ഇയാൾ പറഞ്ഞ കാര്യമാണ് മനസ്സിരിക്കുന്നത്. എപ്പോഴും പിന്നെ ഉപവാസ ദിവസമൊക്കെ ശക്തമായിട്ട് എല്ലാ ദിവസവും കിടന്ന് പ്രാർത്ഥനയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഉയർച്ച ഉണ്ടാകാൻ, ബിസിനസ്സിൻ്റെ കടബാധ്യത മാറാൻ, ഉയർച്ച ഉണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാക്കി കൊടുക്കേണ്ട ജോലി ആരുടേതായിട്ട് മാറി? ഈ ധ്യാനഗുരുവിൻ്റെതായി മാറി, അല്ലെങ്കിൽ പ്രാർത്ഥനാക്കാരൻ്റെതായിട്ട് മാറി. കണ്ടോ? കാരണം ഇവന് അവർക്ക് അത് കിട്ടിയാലേ ഉള്ളൂ ഇവൻ എന്തെങ്കിലും താഴെ വീഴുന്ന അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ദശാംശം അപ്പക്കഷ്ണം കൊണ്ട് ഇയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊതിപ്പിക്കുകയാണ്, കൊതിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ചുറ്റുപാടും നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായത്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന ഈ വിധത്തിൽ യാക്കോബിൻ്റേത് പോലെ ആകരുത്. നീ എനിക്ക് ഈ സമൃദ്ധിയെല്ലാം നൽകിയാൽ, എന്ന് പറഞ്ഞാൽ നീ 1,00,000 രൂപ എനിക്ക് തന്നാൽ അതിൽ നിന്ന് ഞാൻ 10,000 രൂപ, അതിനെ ഇച്ചിരിയും കൂടെ പിടിച്ചോ, ഒരു 15,000 രൂപ ഞാൻ അങ്ങോട്ട് തന്നേക്കാന്ന് ദൈവത്തോട് പറയുന്ന ശൈലിയിലാണ് നമ്മുടെ ഈ ആത്മീയ ജീവിത രീതികൾ, ഇപ്പോൾ പ്രാർത്ഥനാ ശൈലികൾ, നമ്മുടെ ജീവിതം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ലതാണോ? യാക്കോബ് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് കരുതി നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിലെ എല്ലാ പ്രാർത്ഥനാ രീതികളും ശൈലികളും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ പഴയ നിയമത്തെ നമുക്ക് കാണാവുള്ളൂ. അതുകൊണ്ട് തിരുവചനം എന്താണ് പഠിപ്പിക്കുന്നത്? നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ആ വഴിയെ നീ മുന്നോട്ട് പോവുക, നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കുക. അതാണ് നിത്യതയിലോട്ടുള്ള വഴി, അതാണ് ദൈവം നമ്മളെ നടത്തുന്ന വഴി, അതാണ് നമുക്ക് സമൃദ്ധി നൽകുന്ന വഴി. അതിൻ്റെ അറ്റത്ത്, അതിൻ്റെ അങ്ങേ അറ്റത്ത് നമുക്ക് അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ, കൃപയുടെ, അഭിഷേകത്തിൻ്റെ നീർച്ചാലാണ് അതിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്നത്, നിത്യജീവനായിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, നിങ്ങൾക്ക് ശുഭമായ അനുഗ്രഹം, ഉയർച്ച, അഭിവൃദ്ധി, സമൃദ്ധി ഉണ്ടായിരിക്കും. നിങ്ങളുടേതായ ആവശ്യങ്ങൾ അനുദിനം നിനക്കും ജീവിത പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന നിത്യജീവിതത്തിന് ആവശ്യമുള്ളതിന് ഒന്നിനും ഒരു കുറവില്ലാത്ത വിധത്തിൽ ദൈവം നടത്തുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ വഴിയിലൂടെ ദൈവത്തെ കൊണ്ടുവരാൻ നമ്മൾ നോക്കാതെ ദൈവത്തിൻ്റെ വഴിയെ നമ്മൾ യാത്ര ചെയ്താൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടെ സമൃദ്ധി ഉണ്ടാകുന്ന ആത്മീയ ജീവിതം. ഹല്ലേലൂയ. ഇതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ
തിരുഹൃദയത്തിലോട്ട് പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ അപ്പ. ഞാൻ ആരെയും കാണുന്നില്ല, പക്ഷെ നീ എല്ലാവരെയും കാണുന്നില്ല കർത്താവ്. അവരുടെ ഹൃദയ വികാരങ്ങളെ, വിചാരങ്ങളെ നീ കാണുന്നുള്ള കർത്താവ്. തെറ്റായ ബോധ്യങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശരിയായ കാഴ്ചപ്പാടിലേക്ക്, അറിവിലേക്ക് ഇവർ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവരുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന, മനസ്സിൽ കയറിയിരിക്കുന്ന തെറ്റായ ആശയങ്ങൾ, ചിന്തകൾ, കാഴ്ചപ്പാടുകൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി ചിന്തപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ ഇവരുടെ ചിന്തകളെ, ബുദ്ധി, മനസ്സ്, വികാര മേഖലകളെല്ലാം കഴുകപ്പെടട്ടെ. ഇപ്പോൾ തന്നെ കഴുകപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അബദ്ധ ബോധ്യങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തങ്ങളെക്കുറിച്ചോ, അവരുടെ ജീവിതത്തെക്കുറിച്ചോ, ഭാവിയെക്കുറിച്ചോ അവരവർ സ്വപ്നം കാണാതെ, അവരവർ പദ്ധതികൾ തയ്യാറാക്കാതെ, അവരെക്കുറിച്ചുള്ള ദൈവീക ചിന്തകൾ, ഇവരോരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ വഴികൾ ആരായാലും ദൈവമേ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പോകുന്ന കർത്താവേ, ഞങ്ങൾ വരയ്ക്കുന്ന വഴിയേ നീ ഞങ്ങളെ അയക്കരുതേ. ഞങ്ങളുടെ പ്ലാനുകൾ അനുസരിച്ച് ഞങ്ങളെ വിടരുതേ. ലോകത്തിൻ്റെ സ്വാധീനം ഞങ്ങളെ ഏറെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടപ്പ. മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾ, ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും ഞങ്ങൾ വെമ്പൽ കൊള്ളാറുണ്ട് കർത്താവേ. ശരിയെന്ന് തോന്നുന്ന വഴികൾ ചിലപ്പോൾ നമ്മളെ നാശത്തിലേക്ക് നയിക്കാമെന്നുള്ള തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ശരിയെന്ന് തോന്നി പലപ്പോഴും, പ്രത്യക്ഷത്തിൽ അത് കുഴപ്പമില്ല എന്ന് തോന്നി പലപ്പോഴും എടുക്കുന്ന തെറ്റായ ആ വഴിയിലൂടെ ഞങ്ങളെ നടത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, യേശുവേ, വ്യക്തമായി എന്നോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവഹിതം മാത്രം എല്ലാ കാര്യങ്ങളിലും, ദൈവ ഇഷ്ടം, ദൈവത്തിൻ്റെ വഴികൾ മാത്രം അന്വേഷിക്കുവാനും, അത് ചോദിക്കുവാനും, അത് മനസ്സിലാക്കുവാനും, ഗ്രഹിക്കുവാനും വേണ്ട കൃപ പരിശുദ്ധാത്മാവേ ഈ മക്കൾക്ക് നൽകണമേ. ഓരോ മക്കൾക്ക് നൽകണമേ ദൈവമേ. ഇവർ ഓരോരുത്തരും പോകേണ്ട വഴി, ഇവരുടെ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, ബിസിനസ്, ആത്മീയ മേഖലകളെക്കുറിച്ച് എല്ലാം നീ തന്നെ ഇവർക്ക് ഉപദേശം കൊടുക്കണമേ. നീ തന്നെ നടത്തണമേ, നീ തന്നെ നയിക്കണമേ, നീ തന്നെ കാണിച്ചു കൊടുക്കണമേ കർത്താവേ. നിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ കർത്താവേ എന്നെയും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മുൻപേ നീ നടക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പുറകെയല്ല നീ വരേണ്ടത് അപ്പാ. പിന്നെയോ നിന്നെ കണ്ടുകൊണ്ട് നിന്റെ വഴിയിലൂടെ, നീ കാട്ടുന്ന വഴിയെ പോകുവാൻ, നിന്നോട് എല്ലാ കാര്യങ്ങളിലും ആലോചന ചോദിക്കുവാൻ പ്ലീസ് ഹെൽപ് മീ ജീസസ്, ഹെൽപ് മീ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ശക്തിയോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളിലേക്ക്, ആയിരങ്ങളിലേക്ക് ഈ ശക്തി അഭിഷേകമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കർത്താവേ. വലിയ മഹത്വം ഈ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ